നമസ്കാരം. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ തുടരുകയാണ്. ആശങ്കകൾ തുടരേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആദ്യം മുതലേ ഞാൻ പറഞ്ഞിരുന്നത് വി.ഡി. സതീശനാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളത് എന്നൊരു പ്രതിച്ഛായ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന്, അത് രാഹുൽ ഗാന്ധിക്കാകട്ടെ, സോണിയാഗാന്ധിക്കാകട്ടെ, പ്രിയങ്ക ഗാന്ധിക്കാകട്ടെ, അവർക്കെല്ലാവർക്കും താല്പര്യം കെ.സി. വേണുഗോപാലിനെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി കൊണ്ടുവരുവാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം ഇത് പരാമർശിച്ചിട്ടുള്ള ഇതിനു മുമ്പ്. പക്ഷേ മുകുൾ വാസ്നിക് എന്ന കേന്ദ്ര നിരീക്ഷകൻ, ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകൻ എന്ന വ്യക്തി വളരെയധികം രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിലെ എം എൽ എമാർ അവരുടെ ആരാണ് അവരുടെ താല്പര്യം മുഖ്യമന്ത്രിയാകുവാൻ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി എഴുതിക്കൊടുത്ത ഒരു കടലാസ് അറിയാതെ അബദ്ധത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ തിരിച്ചു പിടിക്കുകയും കൃത്യമായി കെ സി എന്ന് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള, അതായത് KPCCയുടെ പ്രസിഡൻ്റായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ KC എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം വരെ പ്രദർശിപ്പിച്ച് അതിന് താഴെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ കൈയും ഫോണും വെച്ച് മറച്ചു പിടിച്ച് അതിന് താഴേക്കുള്ള ഭാഗങ്ങൾ മറച്ചു പിടിച്ച് മാധ്യമങ്ങളുടെ മുൻപിലൂടെ നടന്നു പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നിഷ്കളങ്കനായൊരു വ്യക്തിയാണ്. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. ആ മനസ്സ് കെടാതെ സൂക്ഷിക്കുക. പക്ഷേ അതുകൊണ്ട് സമൂഹത്തിൽ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ KC വേണുഗോപാലിലേക്ക് തിരികെ വന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത KC വേണുഗോപാലിന് തന്നെയാണ്. വി.ഡി. സതീശൻ്റെ സാധ്യതകളെല്ലാം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഇവിടെ പ്രശ്നം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ പരസ്യമായി വി.ഡി. സതീശനാണ് എന്ന് അവർ തെളിയിച്ചിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സ്റ്റുഡൻസ് ഫെഡറേഷൻ, MSF ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ കേരളം കത്തിക്കും, പലയിടത്തു നിന്നും അബ്ദുൾ റസാഖിൻ്റെ വാപ്പ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, വി.ഡി. സതീശനായില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും എന്നൊക്കെ പറയുന്ന നിരവധി കഥകൾ നാം കേട്ടിരുന്നു വി.ഡി. സതീശന് വേണ്ടിയിട്ട്. അതൊരു പ്രചാരവേലയായി തന്നെ തുടർന്നിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പ്രാഥമിക താല്പര്യം വി.ഡി. സതീശനോട് തന്നെയായിരുന്നു, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ KC വേണുഗോപാലിനെ മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ടാണോ ഹൈക്കമാൻഡ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുവാൻ പോകുന്നത്? KC വേണുഗോപാലാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. KC വേണുഗോപാൽ അല്ലെങ്കിൽ ഒരു പക്ഷേ വ്യാജഗണ്ഡി കുടുംബത്തിൽ നിന്ന് യുവരാജാവോ അല്ലെങ്കിൽ യുവറാണിയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായേക്കാം. അതിനും ഒരു സാധ്യത ഇപ്പോഴും തെളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ കേരളത്തിലുള്ള ഒരു മലയാളിയാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത KC വേണുഗോപാലിനാണ്. KC വേണുഗോപാലിനെ ആയിരുന്നു ഹൈക്കമാൻഡിന് ആദ്യം മുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് മുകുൾ വാസ്നിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പ്രക്രിയ നടത്തിയതും. ഇത് മുസ്ലിം ലീഗിന് നേരത്തെ അറിയില്ലായിരുന്നു, കൃത്യമായിട്ട് അവർക്കറിയാമായിരുന്നു. എങ്കിലും അവരുടെ ആദ്യത്തെ താല്പര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഥമ പരിഗണന വി.ഡി. സതീശനായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയിട്ടൊന്ന് പിടിച്ചു നോക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അവരിപ്പോൾ അതിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് പിടിക്കില്ല. അതിൻ്റെ സമയമായിട്ടില്ല. കാരണം 22 25 MLA ഉള്ളൂ. അതൊരു 30-35 മുകളിലേക്ക് കടക്കുമ്പോഴേ ജനസംഖ്യാനുപാതത്തിൻ്റെ കാര്യം പറയുന്നത് പോലെയാണ്. കാരണം ഒരു 10% ആകുന്നത് വരെ മതേതരത്വം, 10%-അപ്പുറം ഇരവാദം, ഒരു 15% ആകുമ്പോൾ ഇരവാദം മുഴക്കിക്കൊണ്ടുള്ള അക്രമം, 22% ആകുമ്പോൾ അവകാശമാക്കിയുള്ള പൊതുനിരത്തിൽ നിസ്കാരം, 35 ആകുമ്പോൾ അധികാരം പിടിച്ചെടുക്കുവാനായി അക്രമം അഴിച്ചുവിടുക. ഇങ്ങനെയാണ് അവരുടെ ഒരു കണക്ക്, അരിത്തമാറ്റിക് പോകുന്നത്. അത് തന്നെയാണ് രാഷ്ട്രീയത്തിലും പൊതുനിരത്തിലും ഒരു ഇത്തരത്തിലുള്ള മിതവാദികളെന്ന് അവകാശപ്പെടുന്ന മതവാദികൾ കൊണ്ട് കാലാകാലങ്ങളായി ലോകമൊട്ടാകെ അനുവർത്തിച്ചു വരുന്ന ഒരു പ്രവർത്തന രീതി. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പിടിക്കില്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് പോലും പിടിക്കില്ല. ഇപ്പോൾ ഈ പുറത്തു വരുന്ന കഥകൾ അടിസ്ഥാനപരമായിട്ട് മുസ്ലിം ലീഗിനെ എതിർത്ത ധീരനായ KC ആ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളൊരു പ്രചാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആരാണ് വരുന്നതെങ്കിലും വി.ഡി. സതീശൻ അല്ലാതെ. വി.ഡി. സതീശനായിരുന്നെങ്കിൽ ചില അപകടങ്ങളുണ്ട്. അതിലും അപകടം നിറഞ്ഞൊരു സാഹചര്യത്തിലേക്കാണ് KC വേണുഗോപാൽ വന്നാൽ കേരളം പോകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനി സമൂഹം, ഹൈന്ദവ സമൂഹം അപകടത്തിൽ തന്നെയാണ്. അത് അവിടെ കിടന്നോട്ടെ, അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാത്തത് കൊണ്ടാണ് അവരെ പ്രത്യേകം പരാമർശിക്കാത്തത്. പക്ഷേ ക്രിസ്ത്യാനി സമൂഹത്തെ സംബന്ധിച്ചുള്ള ഒരു അപകടം, ഒരു കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ വളരെയധികം സ്വാധീനവും അതൊരു ആക്സസ് എന്ന് പറയുമല്ലോ, അത്രയും ഒക്കെ ആക്സസ് ഉള്ള പല വൃത്തങ്ങളും ആദ്യം മുതൽ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ഈ പാലാ ബിഷപ്പിനെ പോലുള്ളവരുണ്ടല്ലോ, അതായത് നർക്കോട്ടിക്സ് ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ ജിഹാദി പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുവാനായി ധൈര്യം കാണിച്ചവർക്ക് നേരെ ഒരുപക്ഷെ നിയമ നടപടികൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടായേക്കാം. പാലാ ബിഷപ്പിനെ പോലുള്ളവർ ഒരുപക്ഷെ അറസ്റ്റിൽ തന്നെ ആയേക്കാം എന്നുള്ളതാണ്.
അപ്പോൾ ക്രിസ്ത്യാനികൾ വിചാരിക്കും അപ്പോൾ വി ഡി സതീശനാകാതെ കെ സി വേണുഗോപാൽ ആകുന്നതായിരിക്കും നല്ലത് എന്ന്. അല്ല, അവിടെയാണ് മുസ്ലിം ലീഗിനെ പോലുള്ള മിതവാദികളെന്ന് നടിക്കുന്ന മതവാദികളുടെ ഒരു പ്ലാൻ ബി ആക്ടിവേറ്റ് ആവുന്നത്. അവരെ സംബന്ധിച്ച് അവരൊരു പദ്ധതിയും അതിനൊരു മറുപദ്ധതിയോ അല്ലെങ്കിൽ അതിനൊരു പകര പദ്ധതിയോ ഇല്ലാതെ തീരുമാനിച്ച് നടപ്പാക്കാറില്ല. വി ഡി സതീശനായില്ലേ, കെ സി വേണുഗോപാലിനെയാണ് ഹൈക്കമാൻഡിന് താല്പര്യമുള്ളത് എന്ന് മനസ്സിലാക്കിയ ആദ്യ നിമിഷം തന്നെ പ്രത്യേകിച്ച് 102 സീറ്റ് മുഴുവനായി യു ഡി എഫിന് കിട്ടുകയും മുസ്ലിം ലീഗ് ഒന്നടങ്കം അടർന്ന് എൽ ഡി എഫിലേക്ക് പോയാൽ പോലും പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കുവാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവുണ്ടായ സമയത്ത് തന്നെ അവർ കെ സി വേണുഗോപാലിനെ അംഗീകരിച്ചാൽ എങ്ങനെ അംഗീകരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കെ സി വേണുഗോപാൽ മുസ്ലിം ലീഗിനെ എതിർത്ത് ധീരനായി ഹൈക്കമാൻഡ് നിയമിച്ച സ്ഥാനാർത്ഥിയായി സ്ഥാനമേൽക്കുന്നു. MSFകാരും ഒക്കെ ആടിനെ അറുത്തോ അല്ലെങ്കിൽ ജലീലിനെ നേരിട്ടറുത്തോ ഒക്കെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. കെ സി വേണുഗോപാലിൻ്റെ കോലങ്ങൾ കത്തിക്കപ്പെടുന്നു. നിരവധി പ്രതിഷേധങ്ങളുണ്ടാകുന്നു. സത്യപ്രതിജ്ഞ കഴിയുന്നതോടുകൂടി സ്വിച്ച് ഇട്ടതുപോലെ ഈ പ്രതിഷേധങ്ങളെല്ലാം നിൽക്കുന്നു. പിന്നെ നടക്കുന്ന പ്രക്രിയകളാണ് അല്ലെങ്കിൽ നടപടികളാണ് ഏറ്റവും കൗതുകകരമായി നമുക്ക് കരക്കിരുന്ന് കാണാവുന്നത്. ക്രിസ്ത്യൻ സമൂഹം നേരിട്ട് അനുഭവിക്കുവാൻ പോകുന്നത്, നടക്കുവാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഈരാറ്റുപേട്ട പോലെ മറ്റ് പല സ്ഥലങ്ങളും പരിവർത്തനം ചെയ്യപ്പെടും. പെരുമ്പാവൂരിൽ നിന്ന് അതിൻ്റെ ഒരു അല ഉയർന്നു തുടങ്ങും. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പല ഭാഗത്തേക്കും അത് വ്യാപിച്ചു തുടങ്ങും. മധ്യ തിരുവിതാംകൂറിലൂടെ ഈരാറ്റുപേട്ട പോലെയുള്ള ചെറിയ ചെറിയ പോക്കറ്റുകൾ പലയിടത്തും നിർമ്മിക്കപ്പെടും. ഇനി മറ്റൊരു വശത്തേക്ക് സഭകൾക്ക് നേരെ ഉണ്ടാകുന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത്, സഭകളിൽ പലതും ഇപ്പോൾ തന്നെ നേരിട്ടോ അല്ലാതെയോ തന്നെ മേലധ്യക്ഷന്മാരുടെ കാര്യമാണ് പറയുന്നത്, ജിഹാദികളുടെ ഒരു അനുഗാമികളാണ് അല്ലെങ്കിൽ അടിമകളായി തന്നെ ജിഹാദികളുടെ പല കാര്യങ്ങളും, കാരണം ഇവർ നടത്തിയ പല സ്ഥലമിടപാടുകളുടെയും ഒക്കെ രേഖകൾ ജിഹാദികളുടെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്നു, ആരോപണങ്ങളാണ്. പക്ഷേ അവരുടെ ഒരു അനുഭാവികളാണ്. കാരണം CAA വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് പള്ളികളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി തുറന്നു കൊടുത്ത സഭാ മേലധ്യക്ഷന്മാരെ നാം കണ്ടിട്ടുള്ളതാണ്. അതിൽ തന്നെ ആ മേലധ്യക്ഷന്മാരുടെ ഇടയിൽ ചില വിരുദ്ധ ശബ്ദങ്ങളുണ്ടായിരുന്നു. പാലാ ബിഷപ്പിനെ പോലുള്ളവർ സധൈര്യം മുന്നോട്ട് വന്ന് ഇത്തരം ജിഹാദി പ്രക്രിയകളെ എതിർക്കുവാൻ ധൈര്യം കാണിച്ചിരുന്നു. അവരിനി കൃത്യമായ പദ്ധതികളോടുകൂടി തന്നെ ഒതുക്കപ്പെടും. അവരെ പിടിച്ചകത്തിടുമോ? ഇല്ല. അവരോട് ഇത്തരത്തിലുള്ള അറസ്റ്റിൻ്റെ ഭീഷണിയൊക്കെ കാട്ടി മുൻപ് പറഞ്ഞതിൽ നിന്നെല്ലാം പിൻവാങ്ങുവാൻ അവർ നിർബന്ധിതരാകും. ലവ് ജിഹാദില്ല, അന്നത്തെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു, BJP തെറ്റിദ്ധരിച്ചതായിരുന്നു. അത്തരത്തിൽ അവരുടെ ഒരു സ്വരപരിവർത്തനം, ആശയപരിവർത്തനമല്ല സ്വരപരിവർത്തനം സമൂഹം കാണുവാൻ ഇടയാകും. എഴുതി വെച്ചോളൂ, ഒരു പ്രവചനം പോലെയാണ്. അല്ല എങ്കിൽ അത്തരത്തിലുള്ള സധൈര്യം അങ്ങനെ പറയുവാൻ ഞാൻ തയ്യാറല്ല എന്ന ഒരു നിലപാട് അവരെടുത്താൽ ഇനി ഇത്തരത്തിലുള്ള നിലപാടുകളുമായി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുത് എന്നൊരു താക്കീതോടുകൂടി അവരെ നിശബ്ദരാക്കും. ഈ സ്വര പരിവർത്തനം നടത്തുവാൻ ഒരുക്കമല്ലാത്തവരെ അങ്ങനെ നിശബ്ദരാക്കും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കും. അതിനോടൊപ്പം തന്നെ ശബരിമല കേസ് സംബന്ധിച്ചുള്ള വിധി, അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള വിധി സുപ്രീം കോടതി ഇപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് റദ്ദാക്കി ആചാരപ്രകാരം തന്നെ ശബരിമലയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ വരുവാനാണ് സാധ്യത. അത് UDFൻ്റെ കെ സി വേണുഗോപാലിൻ്റെ മഹാവിജയമായി കൊട്ടിഘോഷിക്കപ്പെടും. ഒപ്പം മാധ്യമങ്ങൾ പോലുള്ള ഈ മീഡിയ മുക്കാൽ തുടങ്ങിയ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിത മാധ്യമങ്ങൾ അതിനെ വാഴ്ത്തിയില്ലെങ്കിലും ഇകഴ്ത്തിയാൽ തന്നെ അതിനെ ഈ തലോടലോടുകൂടിയുള്ള തല്ലായിരിക്കും അത്. അത്തരത്തിലുള്ള രീതിയിൽ അതിനെ ഒന്ന് മയപ്പെടുത്തി കെ സി വേണുഗോപാലിൻ്റെ പ്രതിച്ഛായ ഹൈന്ദവ സമൂഹത്തിനിടയിൽ വർദ്ധിപ്പിക്കും. ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലോ? ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രത്യേകിച്ച് ഇപ്പോൾ മതേതരത്വമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു തരത്തിൽ പാലാ ബിഷപ്പ് ഏതെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ, തെന്നിത്തെറിച്ച് പരാതി പറഞ്ഞാൽ, അന്ന് തന്നെ LDFൻ്റെ ഭരണകാലത്ത് തന്നെ പാലാ ബിഷപ്പ് ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുവാൻ ഉണ്ടായിരുന്ന മറ്റ് സഭകളുടെ എണ്ണം തുലോം വിരളമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ എതിർക്കുവാൻ മുന്നോട്ട് വന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. സഭകളുടെ കാര്യമാണ് പറയുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിൽ മറ്റൊരു വിഭാഗം കൂടി വലിയ ആക്രമണങ്ങൾ നേരിടും. അതും ഈ പാലാ ബിഷപ്പ് നേരിടുന്ന പോലുള്ള ഒന്നും ആയിരിക്കില്ല. കാസ പോലുള്ള സംഘടനകൾ നിയമപരമായി തന്നെ ഒരു പക്ഷേ നിരോധിക്കപ്പെടുന്നതിനോട് ഏതാണ്ട് ഉപമിക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അറസ്റ്റുകളും കെവിൻ പീറ്ററെ പോലുള്ളവരെ നിയമം ഉപയോഗിച്ച് വേട്ടയാടുകയും, ഏറ്റവും ചുരുങ്ങിയത് ഇത്തരത്തിലുള്ള ഒരു ലവ് ജിഹാദോ അല്ലെങ്കിൽ നർക്കോട്ടിക്സ് ജിഹാദോ പോലുള്ള സംഭവങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ അവർ പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ചാൽ ആ സാമൂഹ്യ മാധ്യമത്തിന്, അത് ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, X ആണെങ്കിൽ X, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ആ സാമൂഹ്യ മാധ്യമ
ങ്ങളിലേക്ക് കേരള പോലീസിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ചെല്ലും, സമയാസമയങ്ങളിൽ ചെല്ലും. ഇത്തരത്തിലുള്ള പോസ്റ്റ് രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീക്കം ചെയ്യണം. അതുകൊണ്ട് യൂസറിനെ അവരറിയിക്കും. നീക്കം ചെയ്യുന്ന സാമൂഹ്യ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനികളാണെങ്കിൽ അവയെ അത് നീക്കം ചെയ്യുക തന്നെ ചെയ്യും. ഇനി അത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ നിരവധി നിയമ നടപടികൾ അവർക്ക് മേലുണ്ടാകും. കോടതിയിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങി വരാം, പക്ഷേ കോടതിയിൽ നിന്ന് ഇറങ്ങുവാൻ സമയം കാണില്ല. ഇടയ്ക്ക് ഒരു 10-15 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. ചിലപ്പോൾ 80ഓളം ദിവസങ്ങൾ അത്തരത്തിലുള്ള വകുപ്പുകൾ ചാർത്തിയിട്ടുള്ള അടിച്ചമർത്തലുകൾ ഒരു വശത്തുകൂടി തുടങ്ങുവാൻ പോവുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ സധൈര്യം മുന്നോട്ട് വന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തോട് വിളിച്ചു പറയുവാൻ ധൈര്യപ്പെട്ടിരുന്ന പാലാ ബിഷപ്പിനെ പോലുള്ള ചുരുക്കം ചിലരെ അറസ്റ്റ് മുതലുള്ള പല ഭീഷണികൾ കാട്ടി അല്ലെങ്കിൽ അവ മുന്നോട്ട് വെച്ച് ഒന്നുകിൽ നിശബ്ദരാക്കും അല്ലെങ്കിൽ അവരുടെ സ്വരപരിവർത്തനം ചെയ്തിരിക്കും. അത്തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പറയും SDPI പോലുള്ള ഭീകരവാദ സംഘടനകളല്ലേ കൂടുതൽ പ്രശ്നം? അവർ പ്രശ്നം തന്നെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം, SDPI ഭീകരവാദികളാണെങ്കിലും അവരുടെ ഭീകരവാദ പ്രവർത്തനം വളരെ തുറന്ന ഒരു ഭീകരവാദ പ്രവർത്തനമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതവാദികൾ അങ്ങനെയല്ല. അവർ ഒരു സമൂഹത്തിലൊരു പുനർക്രമീകരണമാണ് അവരുദ്ദേശിക്കുന്നത്. ആ പുനർക്രമീകരണം നടത്തുവാൻ അവർക്ക് ഏറ്റവും അനുയോജ്യമായൊരു ആവാസ വ്യവസ്ഥ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്. കാരണം കോൺഗ്രസ്സിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ബെലിജറൻറ്റ് പ്രതിച്ഛായയില്ല. കാരണം എപ്പോഴും യുദ്ധസന്നദ്ധരെന്നുള്ളൊരു പ്രതിച്ഛായ അവർക്കില്ല. അവർ യുദ്ധസന്നദ്ധരേ അല്ല എന്നുള്ള പ്രതിച്ഛായയാണ്. അവർ യുദ്ധസന്നദ്ധരല്ല താനും. പക്ഷേ അവരുടെ ഒപ്പം നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ സ്ഥാപന ദിനം മുതൽ, മൗദൂദി അത് സ്ഥാപിച്ച ദിവസം മുതൽ തന്നെ യുദ്ധസന്നദ്ധരാണ് കാഫിറുകൾക്കെതിരെ. പക്ഷേ അവരുടെ യുദ്ധം SDPIയെ പോലെ തെരുവിൽ കൈവെട്ടിയും കാലുവെട്ടിയും മാത്രമല്ല, അതുമുണ്ട് അവരുടെ. അല്ലെങ്കിൽ SDPIയെ പോലെ അവർ പ്രത്യക്ഷത്തിൽ അവർക്കെതിരെ നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന സംഘടനകളെ ഉപയോഗിച്ചത് ചെയ്തിട്ട് അതിനെ വെള്ളപൂശും. ഇവരുടെ പ്രധാന ആയുധം ഈ ഞാൻ പറഞ്ഞ പോലെ സാമൂഹ്യ സാംസ്കാരിക പുനർക്രമീകരണമാണ്. ഒരു സോഷ്യൽ റീ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ കൾച്ചറൽ റീ എഞ്ചിനീയറിങ്. അത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളിലൂടെ അവർ സാധ്യമാക്കും. ഒപ്പം SDPIയെ പോലുള്ള ഭീകരവാദ സംഘടനകളുടെ രാഷ്ട്രീയ കരങ്ങളിലൂടെ മറ്റ് സംഘടനകളിലൂടെ ഈരാറ്റുപേട്ടകൾ പോലുള്ള പല ഈരാറ്റുപേട്ടകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് BJPയുടെ വിജയം 3 സീറ്റുകൾ തെക്കൻ ജില്ലകളിൽ നിന്നുണ്ടായത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ അത് ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ഉൾപ്പെടെയുള്ളവർ അവരുടെ പരാജയം പോലും ആദ്യം ചർച്ച ചെയ്യാതെ BJPക്ക് 3 സീറ്റ് നേടിയത് ഗൗരവതരമാണ്, ശ്രദ്ധ തിരിക്കലല്ലിത്, അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ്. ഈരാറ്റുപേട്ട പോലുള്ള പോക്കറ്റുകൾ സൃഷ്ടിച്ച് ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച്, ഒരു ജനസംഖ്യാനുപാതത്തിലുള്ള മാറ്റങ്ങൾ പതിയെ വരുത്തി നിരവധി ഈരാറ്റുപേട്ടകളുണ്ടാക്കി മുഴുവനായി കേരളത്തിൻ്റെ നിയന്ത്രണത്തിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ സുഗമമായൊരു കാലമാണ് KC വേണുഗോപാലിൻ്റെ ഭരണകാലത്തോ അല്ലെങ്കിൽ വ്യാജഗണ്ഡികളുടെ ഭരണകാലത്തോ വരുവാൻ പോകുന്നത്. കേരള സമൂഹമേ, കൺഗ്രാജുലേഷൻസ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.